ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ടർബോ വൈശാഖിന്റെ ഡയറക്ഷനിൽ മമ്മൂട്ടി നായകനായിട്ടുള്ള പുതിയ പടം റിലീസിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇത്തവണ മലയാള സിനിമയിൽ ഇതുവരെ വില്ലനായിട്ട് അഭിനയിക്കാത്ത, മലയാള സിനിമയിലെ അഭിനയിക്കാത്ത ഒരാളാണ് ടർബോയിലെ വില്ലൻ. അത് വേറെ ആരുമല്ല, രാജ്ബി ഷെട്ടി എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരെ കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. കന്നഡ സിനിമയിൽ, പുതിയ കാല കന്നഡ സിനിമയിൽ തൻ്റെതായ ഒരു ഇടം തേടി കണ്ടുപിടിച്ച ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്, ഒരു കിടിലൻ അഭിനേതാവാണ്. ഒരു RRR ഗ്യാങ്, RRR ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് അവിടെ ഉണ്ടെന്നാണ് അവിടുത്തെ മീഡിയ ഇവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് രക്ഷിത് ഷെട്ടി, ഋഷഭ് ഷെട്ടി, അതുപോലെ രാജ്ബി ഷെട്ടി. ഇവർ മൂന്ന് പേരും മാറുന്ന കന്നഡ സിനിമയുടെ മുമ്പിൽ നിന്ന് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവരെ വിളിക്കുന്നത്. അവരത് നിരാകരിക്കുന്നുണ്ട്, അങ്ങനെ ഗ്യാങ് ഒന്നും ഇല്ലാന്ന്. പക്ഷെ ഇവർ പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ ടർബോയിൽ വരുന്ന മമ്മൂക്കയുടെ വില്ലൻ വെറും ഒരു വില്ലനല്ല, ആളൊരു കിടിലൻ മനുഷ്യനാണെന്ന് പറയാനും മൂപ്പരുടെ ഒരു 3 സിനിമകൾ ഒന്ന് സജസ്റ്റ് ചെയ്യാനാണ് വീഡിയോ. ആദ്യത്തെ സിനിമയാണ് ഗരുഡ ഗമന വൃഷഭ വാഹന. രാജ്ബി ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ്. ഋഷഭ് ഷെട്ടിയും ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഗംഭീര പടം, അതായത് വളരെ റോ ആയിട്ടുള്ള വയലൻസും ഇമോഷൻസും ഒക്കെ കാണിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ഒരു സെറ്റപ്പിലുള്ള ഒരു കിടിലം പടം. എല്ലാവരും കണ്ടിരിക്കേണ്ട പടം. നമ്മുടെ നാട്ടിൽ നല്ല റീച്ചുള്ള, അത്യാവശ്യം എല്ലാവരും കുറേ പേരൊക്കെ കണ്ട സിനിമയാണ്. എല്ലാവർക്കും അറിയുന്ന സിനിമയായിരിക്കും രാജ്ബി ഷെട്ടിയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും കിടിലം പടമാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ZEE5 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇത് കാണാൻ കിട്ടും, അല്ലെങ്കിൽ എവിടെയാണ് കിട്ടുകയെന്ന് അറിയാലോ, അവിടെ കിട്ടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. കാണാത്തവർ, കണ്ടവർക്കറിയാം കിടിലം പടമാണ്. രണ്ടാമത്തെ പടത്തിന്റെ പേരാണ് ടോബി. ഇദ്ദേഹം സംവിധാനം ചെയ്ത പടമല്ല, റൈറ്റിംഗ് ക്രെഡിറ്റ്സിൽ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇദ്ദേഹം അഭിനയിച്ച പടമാണ്. ടോബി എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഈ രാജ്ബി ഷെട്ടിയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞ നടന്റെ ഒരു റേഞ്ച് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ് ടോബി. വളരെ നിഷ്കുവായിട്ടുള്ള, പാവത്താനായിട്ടുള്ള ഒരാളും വളരെ ഈവിളായിട്ടുള്ള ഒരാളും ഒരുപോലെ അടങ്ങുന്ന ഒരു ക്യാരക്ടറാണ് ടോബി. ആ ക്യാരക്ടറിന്റെ അതിന്റെ കോംപ്ലക്സിറ്റിയെ, അയാൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തെ ആ സിനിമയിൽ ഒരു ഡയലോഗ് പോലും പറയാതെ ഇങ്ങേര് കാണിച്ചിരിക്കുന്നത് അതൊരു രക്ഷയില്ല. ഗംഭീര പെർഫോമൻസ് ആണ്. ടോബി ഒരു എക്സെപ്ഷണൽ സിനിമാറ്റിക് മാസ്റ്റർ പീസ് ആണെന്നല്ല ഞാൻ പറയണേ, പക്ഷേ രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞ ആക്ടറെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ടോബി. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ കണ്ടു നോക്കാം. സോണി ലിവിൽ ഈ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇതിൽ രാജ്ബി ഷെട്ടിയെ പറയുന്നതിന്റെ ഒപ്പം തന്നെ ചൈത്ര ആചാർ ചെയ്യുന്ന ഒരു കിടിലൻ സ്ത്രീ കഥാപാത്രം കൂടി ഈ സിനിമയിലുണ്ട്. ചൈത്രയെ ഒരു പക്ഷേ സപ്തസാഗരദാച്ചയല്ലോ സൈഡ് B എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു പക്ഷെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരുന്ന നടിയാണ്. അവര് ഇതിലൊരു കിടിലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ ടോബി എല്ലാവരും കണ്ടു നോക്കണേ. മൂന്നാമത്തെ സിനിമ, ഇത് രാജ്ബി ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമ തന്നെയാണ്. അതങ്ങനെ വലിയ ഓളൊന്നും ഉണ്ടാക്കിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പ്രൈമിൽ അവൈലബിൾ ആണ്. അതിന്റെ പേരാണ് സ്വാതി മുത്തിന മലഹനിയെ എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷേ എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കാം, കന്നഡയാണ്. വളരെ സ്ലോ പേസിങ്ങിലുള്ള, വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന, ലൈഫിന്റെ ഒരു ചീന്തിയെടുത്ത ഏടുന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനിമ. അതായത് ഗരുഡ ഗമന വൃഷഭവാഹന എഴുതി സംവിധാനം ചെയ്ത ആളാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തതെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത സിനിമ. ആസ് എ ഫിലിം മേക്കർ അങ്ങേരുടെ ക്രാഫ്റ്റ് എന്താന്ന് ആദ്യത്തെ സിനിമ ഗരുഡ ഗമന വൃഷഭവാഹനയും ഈ സ്വാതിമുത്തിന മലഹനിയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും വൈഡ് റേഞ്ചിൽ കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനാണെന്നും അതുപോലെ തന്നെ അഭിനയിക്കാനും കെൽപ്പുള്ള ഒരു മനുഷ്യനാണെന്നും കാണിച്ചുന്ന സിനിമയാണ്. പിന്നെ ഈ സിനിമ ഒരു വിമൻ സെൻട്രിക് സിനിമയാണ്. ഇതിൽ രാജ്ബി ഷെട്ടിയോട് ഒപ്പമോ അതിൻ്റെ മുകളിലോ നിൽക്കുന്ന ഒരു ഫീമെയിൽ ലീഡുണ്ട്. ആമസോൺ പ്രൈമിലുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. വളരെ കുറച്ച് സമയമുള്ള റണ്ണിങ് ടൈം, 2 മണിക്കൂർ കഷ്ടിയുള്ളൊരു സിനിമ. അപ്പൊ ടർബോ നമുക്ക് എന്താണ് കാത്തു വെച്ചിരിക്കണമെന്ന് അറിയില്ല. ടർബോയിലെ വില്ലൻ ഒരു സാധാരണ എവിടെന്നോ കൊണ്ടുവന്നൊരു വില്ലനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. എനിക്കറിയാം കുറെ പേർക്ക് രാജ്ബി ഷെട്ടിനെ അറിയാമെന്ന്, അറിയാത്തവരോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ മൂപ്പര് ഒരു അടിപൊളി ആക്ടറാണ്. ഒരുപക്ഷെ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യേണ്ട, സിനിമ ഇഷ്ടപ്പെടുന്നവർ നന്നായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ആക്ടറാണ്. ഭാവിയിൽ ഇന്ത്യൻ സിനിമയിൽ നല്ല നല്ല സിനിമകൾ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരാളാണ്. അപ്പോൾ ടർബോയിൽ രാജ്ബി ഷെട്ടിയുടെ അഴിഞ്ഞാട്ടം എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഞാനും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കണേ. എങ്ങനെയാണ് വരണതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി ടർബോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് സംസാരിക്കാം. കാണാം.